ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്പെഷ്യലൈസ്ഡ് മോഡലിനെ കുറിച്ചിട്ടാണ്. ലാസ്റ്റായിട്ട് നമുക്ക് പറയുന്ന ട്രഡീഷണൽ മോഡലിൽ നിന്ന് തുടങ്ങി അവസാനം നിൽക്കുന്നതാണ് സ്പെഷ്യലൈസ്ഡ് മോഡൽ. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽ. സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അതിന് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ച ട്രഡീഷണൽ മോഡലിനോട് കൂടി എന്തെങ്കിലും എക്സ്ട്രാ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്ത് വരുന്നതാണ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽ. പല ടൈപ്പിലുള്ള സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡലുകളുണ്ട്. അതായത് പേരിൽ തന്നെ കമ്പോണൻറ്റ് ബേസ്ഡ് ഉണ്ട്, ഫോമൽ ബേസ്ഡ് ഉണ്ട്, യൂണിഫോം മോഡൽ, അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് മോഡലിനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൺ ഓർ മോർ ട്രഡീഷണൽ മോഡൽ, ഒന്നോ അതിൽ കൂടുതലോ ട്രഡീഷണൽ മോഡലുകളുടെ ക്യാരക്ടേഴ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുന്നതാണ് സ്പെഷ്യലൈസ്ഡ് മോഡൽ. അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പെഷ്യലൈസ്ഡ് മോഡൽ ചെയ്യാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കും. മെയിനായിട്ട് പറയുന്ന സ്പെഷ്യലൈസ്ഡ് മോഡലുകളാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ, ദ ഫോമൽ മെത്തേഡ് മോഡൽ, ആസ്പെക്ട്സ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ, യൂണിഫോമൽ പ്രോസസ് മോഡൽ. ഇപ്പോൾ ഇനിയും ഒരുപാട് പറയുന്നുണ്ട്. കോമൺ ആയിട്ട് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയതാണ് ഈ 4 കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ, ഫോമൽ മെത്തേഡ് മോഡൽ, ആസ്പെക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ, യൂണിഫോമൽ പ്രോസസ് മോഡൽ. ഈ 4 പ്രധാനപ്പെട്ടത്. ഇതിൽ ഫസ്റ്റിലുള്ളത് നമുക്ക് നോക്കാം. കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ്. ഇത് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സോഫ്റ്റ്വെയറിൻ്റെ റീയൂസിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർ വീണ്ടും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് ചെയ്യുന്ന ശരിക്കും വെൻഡേഴ്സാണ്, അതായത് സെയിൽസ്മാൻമാർ. ബിസിനസ് പർപ്പസിന് വേണ്ടി ഓൾറെഡി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിനെ റീയൂസ് ചെയ്തുകൊണ്ട്, അതായത് അഡീഷണലായിട്ട് ക്യാരക്ടേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ബിസിനസ് പർപ്പസിന്, അതായത് നമുക്ക് നല്ലൊരു ബിസിനസ് ആക്കണമെങ്കിൽ, ബിസിനസ്സിനെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ലീഡ്സ് ടു സോഫ്റ്റ്വെയർ റീയൂസ്. സോഫ്റ്റ്വെയർ റീയൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ. കൊമേഴ്ഷ്യൽ ഓഫ് ദ ഷെൽഫ് എന്ന് പറയുന്നത്, അതായത് COTS എന്ന് പറയും, കോഡ്സ് എന്നാണ് പറയുക. അത് ഡെവലപ്പ് ചെയ്യുന്ന സെയിൽസ്മാനാണ്. ഈ പ്രോസസ്സാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ ഉണ്ടാക്കുന്നത്. അത് ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിൽ എക്സ്ട്രാ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യുന്ന അതിനെ പറയുന്നതാണ് കൊമേഴ്ഷ്യൽ ഓഫ് ദ ഷെൽഫ് എന്ന്. അത് ചെയ്യുന്നത് സെയിൽസ്മാനാണ്. നമ്മൾ ഡെവലപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞ സോഫ്റ്റ്വെയറിനെ വെൻഡേഴ്സ് ചെയ്യുന്നതാണ്. വെൻഡേഴ്സ് ഡെവലപ്പേഴ്സ് ആയിക്കോളുന്നില്ല, പക്ഷേ വെൻഡേഴ്സിൻ്റെ ആവശ്യാനുസരണം അല്ലെങ്കിൽ വെൻഡേഴ്സ് വേറെ ആരെക്കൂടെയും ചെയ്യിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ആ പ്രോസസ് പറയുന്നത് കൊമേഴ്ഷ്യൽ ഓഫ് ദ ഷെൽഫ്, COTS. ചിലപ്പോൾ COTS ഫുൾ ഫോം ആയിട്ടൊക്കെ ചോദിക്കാം, COTS എന്താണെന്നുള്ളത്. ഇൻകോപ്പറേറ്റ് മെനി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പൈറൽ മോഡൽ. കോമൺ ആയിട്ടും കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ യൂസ് ചെയ്യുന്നത് സ്പൈറൽ മോഡലിൻ്റെ ക്യാരക്ടേഴ്സാണ്. സ്പൈറൽ മോഡലിൻ്റെ ക്യാരക്ടേഴ്സിനോട് കൂടി അഡീഷണൽ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് കൂടി വേറെ ഏതെങ്കിലും മോഡലുകൾ ആഡ് ചെയ്തുകൊണ്ടോ ആണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ടും ഇവല്യൂഷണറി മോഡലാണ്, അതായത് ഫേസുകൾ എൻഡ് ചെയ്യാതെ പോകുന്ന മോഡലാണ് ഇവല്യൂഷണറി മോഡൽ. അതാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയുന്നത് ഇറ്ററേറ്റീവ് അപ്രോച്ച്. സ്പൈറൽ മോഡലിൻ്റെ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതൊക്കെ. ഇവല്യൂഷണറി മോഡലാണ്, ഇറ്ററേറ്റീവ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം സ്പൈറൽ മോഡലിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് പോയിൻറ്റ്സ് പറയാം. ഇവല്യൂഷണറി മോഡലാണെന്നും ഇറ്ററേറ്റീവ് അപ്രോച്ചാണ് സോഫ്റ്റ്വെയർ ക്രിയേഷനിൽ യൂസ് ചെയ്യുന്നത് എന്നും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള പോയിൻറ്റുകൾ. സോഫ്റ്റ്വെയർ യൂസിന് കഴിയും, പിന്നെ COTS, സ്പൈറൽ മോഡലിൻ്റെ ക്യാരക്ടേഴ്സ്. പിന്നെ അടുത്ത് പറയുന്നത് കൺസ്ട്രക്ട്സ് ആപ്ലിക്കേഷൻ ഫ്രം
പാക്കേജ്ഡ് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ്. ഓൾറെഡി ഡെവലപ്പ് ചെയ്ത കമ്പോണൻ്റ് ഒരു പാക്കേജ് ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഇത് വെൻഡേഴ്സ് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത കമ്പോണൻസ് അനുസരിച്ചിട്ട് ഓൾറെഡി ഉണ്ടാക്കിയ സോഫ്റ്റ്വെയറിനെ മോഡിഫിക്കേഷൻ വരുന്ന രീതിയാണ് കമ്പോണൻറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ. അതിൽ ഇതൊക്കെ നമ്മുടെ പ്രൊജക്റ്റ് വർക്കിൽ ഓരോരോ കമ്പോണൻറ്റിനെ സെപ്പറേറ്റ് വെച്ചുകൊണ്ട് ഓരോ കമ്പോണൻ്റാണ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. മെയിനായിട്ടും അത് ചെയ്യുന്നത് മോഡലിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. ആ 2 സ്റ്റേജ് ഉണ്ടല്ലോ, ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് 2 സ്റ്റേജുകളായ മോഡലിംഗ്, കൺസ്ട്രക്ഷൻ. അവിടെയുള്ള കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനാണ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. മോഡലിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ബിഗിൻസ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ് കമ്പോണൻറ്റ്. മോഡലിങ്ങിലും കൺസ്ട്രക്ഷനിലും പോയി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കമ്പോണൻറ്റിനെ മനസ്സിലാക്കി കമ്പോണൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് സ്റ്റേജ് കമ്മ്യൂണിക്കേഷനും പ്ലാനിങ്ങിലും ഒന്നും തന്നെ ചേഞ്ച് വരുത്താൻ കഴിയില്ല. കമ്മ്യൂണിക്കേഷൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിലൊന്നും വ്യത്യാസം വരുത്താൻ കഴിയില്ല. അടുത്ത സ്റ്റേജിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ കഴിയുകയുള്ളൂ. കമ്പോണൻസ് ആർ ഡെവലപ്ഡ് ബൈ either കൺവെൻഷണൽ സോഫ്റ്റ്വെയർ മോഡ്യൂൾസ് ഓർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ഓർ പാക്കേജസ് ഓഫ് ക്ലാസ്സസ്. അത് നമുക്ക് പ്രത്യേകം പറയുന്നുണ്ട്. അത് കൺവെൻഷണൽ സോഫ്റ്റ്വെയർ മോഡ്യൂൾസ് എന്താണെന്നും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് മോഡൽ എന്താ, അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ്. കൺവെൻഷൻ സോഫ്റ്റ്വെയറിന് ഓൾറെഡി ഡെവലപ്പ് ചെയ്തത് കമ്പോണൻറ്റ് ബേസിൽ പോകുന്ന ഇതാണ്. അത് നമുക്ക് സെപ്പറേറ്റ് തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് വേറെ സെക്ഷനായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ പാക്കേജസ്, ഇപ്പോൾ ജാവ പാക്കേജൊക്കെ പറയുന്ന മാതിരി കമ്പോണൻറ്റ് ബേസിന് പ്രത്യേകം പാക്കേജ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് കമ്പോണൻറ്റ് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സെക്ഷനിൽ എന്താണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, അത്രയും കാര്യങ്ങൾ. ചെയ്യുന്ന രീതിയൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മെയിനായിട്ടും എന്തൊക്കെ സ്റ്റെപ്പുകളാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ അടുത്ത് പറയാനുള്ളത്. സ്റ്റെപ്സ് ഇൻ കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ്. അവൈലബിൾ കമ്പോണൻറ്റ് ബേസ്ഡ് പ്രൊഡക്ട്സ് ആർ റിസർച്ച് ആൻഡ് ഇവാലുവേറ്റ്. ഓൾറെഡി ഉള്ള കമ്പോണൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റിനെ ശരിക്കും മനസ്സിലാക്കി റിസർച്ച് പറഞ്ഞാൽ ശരിക്കും അതിനെക്കുറിച്ചുള്ള റിസർച്ച് എല്ലാം നടത്തി അതിനെക്കുറിച്ച് ഇവാലുവേഷൻ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കമ്പോണൻറ്റ് ഇൻറ്റഗ്രേഷൻ ഇഷ്യൂസ് ആർ കൺസിഡേർഡ്. എല്ലാ കമ്പോണൻറ്റിനും കൂടി കോമൺ ആക്കി വെച്ചുകൊണ്ട് എത്ര കമ്പോണൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര മോഡ്യൂൾസ് ഉണ്ട് എല്ലാം മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ആപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുള്ള സ്റ്റഡിയാണ് നെക്സ്റ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻറ്റ് നമ്മൾ ആർക്കിടെക്ചറലായിട്ട് ഡിസൈൻ ചെയ്യും. ആർക്കിടെക്ചർ ഈസ് ഡിസൈൻ ടു ദ കമ്പോണൻറ്റ്. ആ കമ്പോണൻറ്റ് എല്ലാം തന്നെ ആർക്കിടെക്ചർ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്ത് കാണിക്കും. കമ്പോണൻസ് ആർ ഇൻ്റഗ്രേറ്റഡ്. അതിലെ എല്ലാ കമ്പോണൻസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കാണിക്കും. കോംപ്രിഹെൻസീവ് ടെസ്റ്റിംഗ് ഈസ് കണ്ടക്റ്റഡ്. അതിലെ ഓരോ കമ്പോണൻസിനും ടെസ്റ്റിംഗ് നടത്തി പിന്നെ എല്ലാ കമ്പോണൻസും കൂടെ ഒരുമിച്ച് ചേർത്ത് ടെസ്റ്റിംഗ് നടത്തിയിട്ട് എറേഴ്സ് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആപ്ലിക്കേഷൻസ് കൂട്ടിക്കൊടുക്കും. അങ്ങനെ ആ ആപ്ലിക്കേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ് മാർക്കറ്റിൽ സോഫ്റ്റ്വെയറിന് ഡിമാൻഡ് കൂട്ടും. അതിനാണ് ഈ സ്പെഷ്യലൈസ്ഡ് മോഡൽ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പൗണ്ട് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡലിൻ്റെ ബെനിഫിറ്റ് ഒന്നാമത് പറഞ്ഞാൽ അത് റീയൂസബിൾ ആണല്ലോ. ഓൾറെഡി ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ റീയൂസബിലിറ്റി ആണ് പറയുന്നത്. റീയൂസബിലിറ്റി പ്രൊവൈഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വിത്ത് എ നമ്പർ ഓഫ് മെഷറബിൾ ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ പറയുന്നത് റിഡക്ഷൻ ഇൻ ഡെവലപ്മെൻറ്റ് സൈക്കിൾ ടൈം. അതായത് ഓൾറെഡി ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് വർക്ക് ആയതുകൊണ്ട് അതിന് നമുക്ക് ടൈം റെഡ്യൂസ് ചെയ്യാൻ കഴിയും. സൈക്കിൾ ടൈം റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതായത് സൈക്കിൾ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസിൽ ആദ്യം തൊട്ട് അവസാനം വരെ പോണ ആ ഒരു സ്റ്റേജിൽ ആ ഒരു ടൈമിങ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ പ്രൊജക്റ്റ് കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും. എല്ലാ സ്റ്റേജിലും പോയി ചെയ്യേണ്ട പണിയല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കമ്പോണൻറ്റ് ലെവലിൽ മാത്രം ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് ബെനിഫിറ്റുകൾ. ഇത്രയാണ് കമ്പോണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡലിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മോഡലായ ഫോർമൽ മെത്തേഡ് മോഡലിനെ കുറിച്ച് പറയാം. ദ ഫോർമൽ മെത്തേഡ് മോഡൽ. സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ലീഡ്സ് ടു മാത്തമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. നമ്മുടെ സോഫ്റ്റ്വെയറിലെ പ്രോസസ്സുകളെ ഒരു മാത്തമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ, മാത്തമാറ്റിക്കൽ ഫോർമുല രൂപത്തിലേക്ക് കാണിക്കുന്ന രീതിയാണ് ഫോർമൽ മെത്തേഡ് മോഡൽ എന്ന് പറയുന്നത്.
ദ വേരിയേഷൻ ഓൺ ദിസ് അപ്രോച്ചസ് ആർ കോൾഡ് ക്ലീൻ റൂം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോമൽ മെത്തേഡ് മോഡൽ കൊണ്ട് ഡിഫക്റ്റ് ഫ്രീ ആണ്. അതായത് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാത്ത രൂപത്തിലേക്ക്, ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത രൂപത്തിലേക്ക് ഒരു വർക്കിനെ മാറ്റുക. ഒട്ടും മിസ്റ്റേക്കുകളൊന്നും ഇല്ല. ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്താലും ഏത് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്താലും മിസ്റ്റേക്കുകളൊന്നുമില്ല, ഡിഫക്റ്റ് ഫ്രീ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഫോമൽ മെത്തേഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലക്സുമാണ്. അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അതിനുണ്ട്, ആ ഒരു മോഡലിലുണ്ട്. മനസ്സിലാക്കാനെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അത് മാത്തമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ രൂപത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പെട്ടെന്നൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതാണ് അതിൻ്റെ വേരിയേഷൻ അപ്രോച്ചിനെ പറയുന്ന പേര് തന്നെ ക്ലീൻ റൂം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന്. അത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങളും, എന്തൊക്കെ ഒരു പല പ്രശ്നങ്ങൾ പല പ്ലാറ്റ്ഫോമിലും നമുക്കൊരു പ്രൊജക്റ്റ് വർക്കിന് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ എല്ലാ പ്രശ്നങ്ങളിലും ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ പർപ്പസ്. ദ വേരിയേഷൻ ഓൺ ദിസ് അപ്രോച്ച് ഇതിൻ്റെ വേരിയേഷനെ പറയുന്ന പേരാണ് ക്ലീൻ റൂം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എലിമിനേറ്റ് മെനി ഓഫ് ദ പ്രോബ്ലം. ഇറ്റ് പ്രോമിസസ് ഡിഫക്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഡിഫക്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ എന്നാണ്. അതായത് എല്ലാ പ്രോബ്ലങ്ങളെയും എലിമിനേറ്റ് ചെയ്യുക. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഡിസൈൻ സ്റ്റേജാണ്. നമ്മുടെ കമ്പൗണ്ട് ബേസ്ഡ് മോഡൽ എന്ന് പറയുമ്പോൾ മോഡലിങ്ങും ഡിസൈൻ സ്റ്റേജാണ്. ഇത് മെയിനായിട്ട് ഡിസൈൻ സ്റ്റേജിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയാൻ കഴിയില്ല. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഒന്നൊരു ബെനിഫിറ്റ് അല്ലല്ലോ. അത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനേ ഇപ്പോൾ കഴിയുള്ളൂ. കുറച്ച് നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്, അതിവിടെ പറയാം. പിന്നെ എക്സ്പെൻസീവ് ആണ്. ഫോമൽ മെത്തേഡ് മോഡൽ പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് മാത്രമല്ല എക്സ്പെർട്ടേഴ്സ്, ഇതിൽ പ്രത്യേകം ട്രെയിനിങ് ചെയ്തവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അത്രയും ഡിഫക്റ്റ് ഫ്രീ ആക്കുക എന്ന് പറയുമ്പോൾ അത്രയും എക്സ്പേർട്ടായ, അതിനായിട്ട് ട്രെയിനിങ് കൊടുത്തവർക്ക് മാത്രമേ ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ് ദ മോഡൽ ഫോർ കമ്മ്യൂണിക്കേഷൻ. അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് ഇപ്പം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആവണം എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്ര കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. അതും യൂസ് ചെയ്യാനും അറിയുന്നവർക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഏവിയേഷൻ സംബന്ധമായ മേഖലകളിൽ, മെഡിക്കൽ ഫീൽഡുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. അത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ക്ലാസ് കൊടുത്തതിന് ശേഷമാണ് അത് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണ ആളുകൾക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു മോഡലാണ് ഫോമൽ മെത്തേഡ്. ഇതാണ് പേരിൽ തന്നെ ഉള്ളത്, ഫോമൽ. ഡെവലപ്പ് സേഫ്റ്റി ക്രിട്ടിക്കൽ സോഫ്റ്റ്വെയർ. ചില ക്രിട്ടിക്കൽ കേസിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കൂടിയാണ് ഫോമൽ മെത്തേഡ്. ഡെവലപ്പേഴ്സ് ഓഫ് എയർക്രാഫ്റ്റ്, ഏവിയോണിക്സ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ്. ഇങ്ങനത്തെ ഫീൽഡുകളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. മെഡിക്കൽ ഡിവൈസസ്, മെഡിക്കൽ ഫീൽഡിലെല്ലാം യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസാണ്. ഇത്രയാണ് ഫോമൽ മെത്തേഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് കമ്പൗണ്ട് ബേസ്ഡ് ആയാലും ഫോമൽ മെത്തേഡായാലും എന്താണ്, കമ്പൗണ്ട് ബേസ്ഡിൽ എന്താണ്, അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഫോമൽ മെത്തേഡിലാണെങ്കിൽ എന്താണ് ഫോമൽ മെത്തേഡ്, അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇത്രയാണ് നോക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സെക്ഷനാണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് മോഡൽ എന്ന് പറയുന്നത് ട്രഡീഷണൽ മോഡലിൽ നിന്ന് വന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കൽ സ്പെഷ്യലൈസ്ഡ് മോഡലിൽ നിന്നാണ്. ഈ സ്പെഷ്യലൈസ്ഡ് മോഡലിൽ നിന്നാണ് പിന്നെ അജൈൽ പ്രോസസ് മോഡലിലോട്ട് പോകണം. അജൈൽ പ്രോസസ് മോഡൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോഡലുകളാണ് അജൈൽ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് മോഡലോട് കൂടി ആ ഒരു ട്രഡീഷണൽ മോഡലിൻ്റെ സെക്ഷൻ അവസാനിച്ച് നിൽക്കുകയാണ്. ഇനി അജൈൽ പ്രോസസ് മോഡലാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.